ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ യാത്ര പുരോഗമിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. സ്വർണ്ണക്കപ്പിനുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് മുന്നിൽ. സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു. കേരളത്തിൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് നാളെ ഒഡീഷയിൽ തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള എഫ്സിയും പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ അഞ്ചുതെങ്ങ്, കടക്കാവൂർ എന്നീ പഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിൽ കുറവൻകോണം, ശാസ്തമംഗലം എന്നിവിടങ്ങളിലുമാണ് ഇന്ന് പര്യടനം. കോട്ടയം ജില്ലയിൽ തലയാഴത്തും വെച്ചൂരിലും ഇന്ന് യാത്ര എത്തിച്ചേരുന്നു. എറണാകുളത്തും രാവിലെ വാഴക്കുളം സൌത്തിലും ഉച്ചകഴിഞ്ഞ് ശ്രീമൂലനഗരം പഞ്ചായത്തിലുമാണ് പര്യടനം. കോഴിക്കോട് ജില്ലയിൽ കുന്നുമ്മലിലും കുറ്റ്യാടി പഞ്ചായത്തുകളിലും പര്യടനം നടത്തുന്നു. നഗരപര്യടനം കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലാണ്. കണ്ണൂരിൽ നഗരപ്രദേശങ്ങളിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് അവസാനിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര വെള്ളിയാഴ്ച വരെ തുടരും. നാളെ തൃപ്പങ്ങോട്ടൂർ, ചൊക്ലി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി PMEGP ഗുണഭോക്താവ് കണ്ണൂർ പയ്യന്നൂർ പെരിങ്ങോം സ്വദേശി പ്രേമരാജൻ തന്റെ അനുഭവം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ പയ്യന്നൂർ പെരിങ്ങോം മേക്കര ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിലെ പെരിങ്ങോം എന്ന സ്ഥലത്താണ് PMEGP പദ്ധതി പ്രകാരം ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത്. 15ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട്. PMEGP പദ്ധതിയിൽ നിന്ന് ഞാൻ 50 ലക്ഷം രൂപ ലോൺ എടുത്ത്. PMGP പോലുള്ള പദ്ധതികൾ മറ്റ് പലരും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ഏകദേശം 1 വർഷത്തോളം മറ്റൊരു ബാങ്കിലേക്ക് സമീപിക്കുകയും ആ ബാങ്ക് ലോൺ തരാതെ നീണ്ടു പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ബാങ്ക് ഓഫ് ബറോഡയെ സമീപിച്ചതും എനിക്ക് ലോൺ വളരെ വിഷമമില്ലാത്ത രീതിയിൽ പാസ്സാവുകയൊക്കെ ചെയ്തത്. ബിൽക്കിസ് ബാനോ കേസിലെ 11 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിച്ച ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം സുപ്രീംകോടതി റദ്ദാക്കി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ശിക്ഷയിൽ ഇളവ് അനുവദിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് അറിയിച്ചു. 2022 ഓഗസ്റ്റ് 15-ന് 11 കുറ്റവാളികൾക്കും ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചിരുന്നു. മാൽഡീവ് സർക്കാർ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശത്തിലാണ് നടപടി. വിദേശ നേതാക്കൾക്കും ഉന്നത വ്യക്തികൾക്കുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി മാൽഡീവ്സ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അത് മാൽഡീവ് സർക്കാരിന്റെ വീക്ഷണമല്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഇന്ത്യയും സൗദി അറേബ്യയും ഒപ്പുവച്ചു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി, സൗദി ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ താഫിക് ബിൻ ഫൌസാൻ അൽ റബിയ എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനിയും കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും ജിദ്ദയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി സംവദിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്കായി ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ ഒരുക്കിയ സൌകര്യങ്ങൾ മന്ത്രി സ്മൃതി ഇറാനിയോടൊപ്പം കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും വിലയിരുത്തി. കേരളത്തെ സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹ്യ വകുപ്പ് പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷിക്കാർക്കായുള്ള ഏകീകൃത തിരിച്ചറിയൽ കാർഡ് 2ാം ഘട്ട ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനോഭാവങ്ങളിലെ മാറ്റം വളരെ അനിവാര്യമാണ്. അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ഭിന്നശേഷി വിഭാഗങ്ങളോടുള്ള പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ പരിവർത്തനം വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സമസ്ത മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെ, സ്വയം പര്യാപ്തതയോടെ, സ്വച്ഛന്തമായി കടന്നു ചെല്ലാൻ നമ്മുടെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമൂഹത്തെ മാത്രമേ നമുക്ക് ഒരു പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കാൻ കഴിയൂ. പൊതുഗതാഗത സംവിധാനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഇനിയും പ്രാപ്യമാകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നാളെ ഇടുക്കി ജില്ലയിൽ LDF ഹർത്താൽ.
ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ നടത്തുന്നതെന്ന് LDF ജില്ലാ നേതൃത്വം അറിയിച്ചു. ഇതേ വിഷയത്തിൽ LDFന്റെ നേതൃത്വത്തിൽ നാളെ രാജ്ഭവനിലേക്ക് മാർച്ചും നടത്തും. അതേസമയം ഗവർണർ നാളെ രാവിലെ 11-ന് ജില്ലയിലെത്തുന്നുണ്ട്. ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് തൊടുപുഴയിലാണ് ഗവർണർ എത്തുന്നത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളമാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. വേദി 2-ൽ HSS പരിചമുട്ട്, വേദി 3-ൽ HSS ബോയ്സ് കേരള നടനം, വേദി 5-ൽ ഇംഗ്ലീഷ് സ്കിറ്റ്, വേദി 6-ൽ HSS ട്രിപ്പിൾ ജാസ്, വേദി 7-ൽ കഥകളി സംഗീതം, വേദി 8-ൽ കഥാപ്രസംഗം, വേദി 9-ൽ HSS ഗേൾസ് ശാസ്ത്രീയ സംഗീതം, വേദി 13-ൽ വഞ്ചിപ്പാട്ട്, വേദി 15-ൽ HSS വെസ്റ്റേൺ വയലിൻ എന്നീ മത്സരങ്ങൾ പൂർത്തിയാകുന്നതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശീല വീഴും. 239 മത്സരങ്ങളിലായി 12,107 വിദ്യാർത്ഥികൾ മാറ്റുരച്ച കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാന വിതരണവും വൈകിട്ട് 5-ന് ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിയിൽ നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ചലച്ചിത്രതാരം മമ്മൂട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്ത് ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ചാമ്പ്യൻ ആരാകുമെന്ന ആകാംക്ഷയിലാണ് കേരളം. ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായി സുസജ്ജമായ സംവിധാനങ്ങൾ ഒരുക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. 11 വ്യൂ പോയിന്റുകളിൽ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ മെഡിക്കൽ ടീമിനെ നിയോഗിക്കും. 13-ന് തിരുവാഭരണ ഘോഷയാത്രയെ പന്തളം മുതൽ പമ്പ വരെ ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് അനുഗമിക്കും. ഈ സീസണിൽ ഇതുവരെ 52,000 പേരാണ് സന്നിധാനം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്ടിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിലായി. അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ മാസം 11 വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പുതുച്ചേരിയിൽ 96 മില്ലിമീറ്റർ മഴ പെയ്തു. കനത്ത മഴയെ തുടർന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് പുതുച്ചേരിയിൽ അവധി പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പാർട്ടി ഭൂരിപക്ഷം നേടി. 227 മണ്ഡലങ്ങളിലെ ഔദ്യോഗിക ഫലമനുസരിച്ച് അവാമി ലീഗ് നാമനിർദ്ദേശം ചെയ്ത സ്ഥാനാർത്ഥികൾ 167 സീറ്റുകൾ നേടി. പാർലമെന്ററി പ്രതിപക്ഷ പാർട്ടിയായ ജാതീയ പാർട്ടിക്ക് 10 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഡോർ ടു ഡോർ യൂസർ ഫീ കളക്ഷൻ മലപ്പുറം ജില്ലയിൽ 2 കോടി രൂപ കടന്നു. നവംബർ മാസത്തെ കണക്ക് പ്രകാരം 2,72 ലക്ഷത്തിലധികം രൂപയാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ യൂസർ ഫീ ലഭിച്ചത് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. ചെന്നൈയിൽ നിന്ന് ജനുവരി 11, 12 തീയതികളിൽ കേരളത്തിലേക്കും തിരിച്ചും വിവിധ യൂണിറ്റുകളിൽ നിന്നും KSRTC സ്പെഷ്യൽ സർവീസുകൾ നടത്തും. തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം എന്നീ യൂണിറ്റുകളിൽ നിന്നുമാണ് ചെന്നൈ സ്പെഷ്യൽ സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. വിമുക്ത പഠനം കൊച്ചി ആകാശവാണിയിൽ ഡ്രൈവറുമായിരുന്ന അശോക് കുമാറിനെ ആലുവയിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. 68 വയസ്സായിരുന്നു. മൃതദേഹം ആലുവ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം പിന്നീട് നടക്കും. സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംഘടിപ്പിക്കുന്ന 9ാമത് സഹകരണ കോൺഗ്രസ് ഈ മാസം 21, 22 തീയതികളിൽ നടക്കും. തിരുവനന്തപുരം നിശാഗന്ധിയിൽ 21-ന് രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി VN വാസവൻ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി അന്തർദേശീയ, ദേശീയ സെമിനാറുകൾ നടക്കും. അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാർ. ജനുവരി 4 മുതൽ 7 വരെ ചെന്നൈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 53 പോയിന്റുകൾ നേടിക്കൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് നേടിയത്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 441 പോയിന്റ് നഷ്ടത്തിൽ 71,584-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 134 പോയിന്റ് താഴ്ന്ന് 21,576-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 46,240 രൂപയും ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 5,780 രൂപയുമാണ് ഇന്നത്തെ വില. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് നാളെ ഒഡീഷയിൽ തുടക്കം. കേരളത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള FCയും കളിക്കും. 4 ഗ്രൂപ്പുകളിലായി ആകെ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. കാഴ്ച പരിമിതർക്കായുള്ള വനിതാ ദേശീയ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. കർണാടകയിലെ ഹുബ്ലിയിലാണ് മത്സരം. കേരളം ഉൾപ്പെടെ 16 ടീമുകളാണ് 4 ഗ്രൂപ്പുകളിലായി മത്സരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ യാത്ര പുരോഗമിക്കുന്നു.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. സ്വർണ്ണക്കപ്പിനുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് മുന്നിൽ. സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു. കേരളത്തിൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് നാളെ ഒഡീഷയിൽ തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള FCയും പങ്കെടുക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.